മമ്മൂട്ടി മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമാണെന്ന് പറയാറുണ്ട്. നമ്മൾ മമ്മൂക്കയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ നിന്നും അതിരറ്റ സ്നേഹം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ബഹുമാനവും. തമിഴ്നാട്ടിലും തുടർച്ചയായി നായക വേഷങ്ങൾ ചെയ്ത് ഹിറ്റുകൾ സമ്മാനിക്കുക എന്നത് അത്ര ചില്ലറ കാര്യമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് തമിഴരുടെ മമ്മൂട്ടി സ്നേഹത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ധനുഷ് നായകനാകുന്ന പുതിയ സിനിമയിൽ വാഗ്ദാനം ചെയ്ത വമ്പൻ പ്രതിഫല തുക മമ്മൂട്ടി വെട്ടിക്കുറയ്ക്കുകയും സിനിമയുടെ നിർമ്മാണ ചെലവ് കുറച്ച് സിനിമയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത. ഇതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ ഒന്നാകെ മമ്മൂട്ടിക്ക് അഭിനന്ദന പ്രവാഹമാണ്. സിനിമയുടെ ക്വാളിറ്റിക്ക് വേണ്ടി ഒരു മുഖ്യവേഷം ചെയ്യുന്ന താരം പ്രതിഫലം കുറയ്ക്കുന്നത് വളരെ അപൂർവമായ കാര്യമാണ്. ധനുഷ് നായകനായ സിനിമയിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു വേഷമാണ് മമ്മൂട്ടിക്ക്. വലിയ ക്യാൻവാസിൽ ഒരുക്കുന്ന ചിത്രത്തിൽ ധനുഷ് പ്രതിഫലമായി 45 കോടി രൂപയാണ് വാങ്ങുന്നത്. സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി 15 കോടിയോളം പ്രതിഫലം പറ്റുന്നു. നായികാ വേഷം ചെയ്യുന്ന സായ് പല്ലവി ആവട്ടെ 12 കോടിയും ഒരു ഗാനരംഗത്തിൽ എത്തുന്ന ശ്രീലീല 3 കോടിയോളവും വാങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട്. സംഗീത സംവിധാനം നിർവഹിക്കുന്നത് സായ് അഭ്യങ്കറാണ്. 3 കോടിയാണ് അദ്ദേഹത്തിന് പ്രതിഫലമായി നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഏകദേശം ഊഹിക്കാമല്ലോ. 34 കോടി രൂപയാണ് മമ്മൂട്ടിയുടെ പ്രതിഫലമായി തീരുമാനിച്ചിരുന്നത്. എന്നാൽ അത്ര ഭീമമായ പ്രതിഫലം തനിക്ക് ആവശ്യമില്ലെന്നും അത് സിനിമയുടെ മറ്റു മേഖലയിൽ ഉപയോഗപ്പെടുത്തി സിനിമയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കണമെന്നും മമ്മൂട്ടി ആവശ്യപ്പെട്ടു. തനിക്ക് പ്രതിഫലമായി 24 കോടി മതിയെന്നും അദ്ദേഹം പറഞ്ഞു. മമ്മൂട്ടിയുടെ സീനിയോറിറ്റിയും സ്റ്റാർഡവും തമിഴ്നാട്ടിലെ സ്വീകാര്യതയും കണക്കിലെടുത്താണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ പ്രതിഫലം നിർമ്മാതാവ് ധനുഷ് വാഗ്ദാനം ചെയ്തത്. എന്നാൽ ആർത്തിയുണ്ട്, പണത്തിനോടല്ല സിനിമയോട് എന്ന് അദ്ദേഹം മുമ്പ് പറഞ്ഞതുപോലെ അത് അക്ഷരപ്രതി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. വലിയ താരമൂല്യമുള്ള താരങ്ങൾ ഒന്നും തന്നെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാറില്ല. സിനിമകൾ വിജയിക്കുന്നതിനനുസരിച്ച് പ്രതിഫലം കുത്തനെ കൂട്ടാറാണ് പതിവ്. മമ്മൂട്ടി ഇപ്പോൾ കരിയറിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലാണ്. തുടർച്ചയായി ഹിറ്റ് സിനിമകൾ, സംസ്ഥാന പുരസ്കാരങ്ങൾ, കൊമേഴ്ഷ്യലായും കലാപരമായുമുള്ള സിനിമയുടെ നല്ല ബാലൻസിങ് എല്ലാം കൊണ്ടും ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. അവസാനം ഇറങ്ങിയ കളങ്കാവൽ എന്ന ചിത്രവും ബോക്സ് ഓഫീസിൽ നന്നായി കളക്ട് ചെയ്ത് വലിയ വിജയമായിരുന്നു. പക്ഷെ ഈ സമയത്തും അദ്ദേഹത്തിന് ജോലിയോടും സിനിമയോടും തന്നെയാണ് 100% കമ്മിറ്റ്മെന്റ് എന്നും പ്രതിഫലം രണ്ടാമതാണെന്നും അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും വലിയ താരങ്ങൾ പ്രതിഫലം കുത്തനെ കൂട്ടി സിനിമയുടെ മറ്റു മേഖലയിലെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ പണത്തിനു മുകളിൽ ചെയ്യുന്ന ജോലിയോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധത അദ്ദേഹം ഇതിനു മുമ്പും കാണിച്ചിട്ടുള്ളതാണ്. ഇന്ദുലേഖ എന്ന ഫെയർനെസ് സോപ്പിന്റെ പരസ്യത്തിൽ ഒരു കാലത്ത് മമ്മൂട്ടി അഭിനയിച്ചിരുന്നു. എന്നാൽ സോപ്പ് ഉപയോഗിച്ചിട്ടും നിറം വർദ്ധിച്ചില്ലെന്ന് ആരോപിച്ച് ഒരു ഉപഭോക്താവ് കോടതിയിൽ പരാതി നൽകി. ഇതിനെ തുടർന്ന് ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന പരസ്യങ്ങളിൽ താൻ ഇനി അഭിനയിക്കില്ലെന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. വൻ തുക പ്രതിഫലമായി വാഗ്ദാനം ലഭിച്ചിട്ടും പിന്നീട് അത്തരം സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചു. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു കാര്യം, 2021 മമ്മൂട്ടി സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയപ്പോൾ കേരള സർക്കാർ വലിയൊരു ആഘോഷം നടത്താൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് തന്നെ ആദരിക്കാൻ പണം ചെലവാക്കരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പകരം ആ പണം മറ്റേതെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ജനക്ഷേമത്തിനോ വേണ്ടി ഉപയോഗിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. തമിഴ്നാട് സർക്കാർ 2016 മുതൽ 2022 വരെയുള്ള ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഈയിടെ പ്രഖ്യാപിച്ചിരുന്നു. മമ്മൂട്ടിയുടെ പേരൻപ് എന്ന സിനിമയിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. 2018 ഈ ചിത്രം പുറത്തിറങ്ങിയത്. എന്നാൽ 2018 സിനിമകളിൽ 96 എന്ന സിനിമയ്ക്ക് വിജയ് സേതുപതിക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ഇതിനെതിരെ തമിഴ് സിനിമാ പ്രേക്ഷകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. 96 റാം എന്ന കഥാപാത്രത്തെക്കാൾ എന്തുകൊണ്ടും മികച്ചത് പേരൻപ് എന്ന ചിത്രത്തിലെ ശാരീരിക വൈകല്യമുള്ള പെൺകുട്ടിയുടെ അച്ഛൻ കഥാപാത്രമാണെന്ന് അന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചു പറഞ്ഞു. തമിഴ്നാട് ചലച്ചിത്ര ജൂറി ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമല്ല എടുത്തത് എന്ന രീതിയിൽ വിമർശനമുയർന്നിരുന്നു. എന്നാൽ ജൂറി കാണിച്ച ഈ നീതികേടിന് തമിഴ് ജനത നൽകുന്ന ആദരമാണ് മമ്മൂട്ടിയുടെ അഭിനന്ദന പ്രവാഹങ്ങൾ. തമിഴ് ജനത മമ്മൂട്ടിയെ എന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ആ സ്നേഹമോ അതിന്റെ തുടർച്ചയോ ആയി കാണാം ദുൽഖറിനും ഇപ്പോൾ ലഭിക്കുന്ന വൻ സ്വീകാര്യത. 1990 മുതൽ മമ്മൂട്ടി തമിഴ് സിനിമയിൽ സജീവമാണ്. തന്റെ നായകനായുള്ള ആദ്യ അരങ്ങേറ്റ സിനിമയായ മൗനം സമ്മതം തമിഴ്നാട്ടിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു. ശ്രദ്ധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, സിനിമ സാമ്പത്തികമായി ഒരു വലിയ വിജയവുമായിരുന്നു. ഇളയരാജയുടെ ഏറ്റവും മികച്ച പാട്ടുകളിൽ ഒന്നായ കല്യാണ തേൻനില എന്ന ഗാനം ഈ ചിത്രത്തിലേതാണ്. തുടർന്ന് 1991 പുറത്തു വന്ന അഴകൻ എന്ന ചിത്രവും ഒരു വിജയമായി. അതിനുശേഷമാണ് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ കൾട്ട് ക്ലാസിക്കുകളിൽ ഒന്നായ ദളപതിയുടെ റിലീസ്. ഈ ചിത്രത്തിൽ ദേവരാജയായി മമ്മൂട്ടി തകർത്താടിയപ്പോൾ രജനീകാന്തിനോടൊപ്പം മമ്മൂട്ടിയെയും തമിഴ് ആരാധകർ നെഞ്ചിലെത്തി. തുടർന്ന് മക്കളാഴ്ചി, മറുമലർച്ചി, അരസിയൽ, പുതിയ ഭരണം, ആനന്ദം,
കണ്ടുകൊണ്ടേൻ എന്നിങ്ങനെ ഒരു പിടി ചിത്രങ്ങൾ. ഇവയിൽ മിക്കതും വലിയ സാമ്പത്തിക വിജയം നേടി. മമ്മൂട്ടി ഭരതൻ കൂട്ടുകെട്ടിൽ 1993 ഇറങ്ങിയ പാതയം എന്ന ചിത്രം കേരളത്തിൽ ഒരു ആവറേജ് വിജയം മാത്രമായിരുന്നു. എങ്കിലും ഈ ചിത്രം മൊഴി മാറ്റി തമിഴിൽ അൻപുള്ള അപ്പ എന്ന പേരിൽ പ്രദർശനത്തിനെത്തിച്ചു. തമിഴ് പ്രേക്ഷകർ ഈ സിനിമയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഇന്നും തമിഴ്നാട്ടിലെ ചാനലുകളിൽ നല്ല TRP റേറ്റിംഗോടുകൂടി പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു സിനിമ കൂടിയാണ് അൻപുള്ള അപ്പ. കുടുംബ സിനിമകൾ നന്നായി ഇഷ്ടപ്പെടുന്ന തമിഴ് പ്രേക്ഷകർ ഈ സിനിമയെ ഇപ്പോഴും നെഞ്ചിലേറ്റുന്നു. ഈ ചിത്രത്തോടുകൂടി തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ പോലും മമ്മൂട്ടി പ്രിയങ്കരനായി മാറി. മമ്മൂട്ടിയുടെ സേതുരാമയ്യർ CBI എന്ന സിനിമ മൊഴി മാറ്റാതെ തന്നെ തമിഴിൽ റിലീസ് ചെയ്യുകയും 100-ലധികം ദിവസം അവിടെ പ്രദർശിപ്പിച്ച് ഒരു വലിയ വിജയം നേടുകയും ചെയ്തിരുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ മമ്മൂട്ടിയുടെ പ്രതിഫലം കുറച്ചുകൊണ്ടുള്ള ഈ നടപടി ഏറെ മാതൃകാപരമാണെന്നും വലിയ താരങ്ങൾ ഇത്തരത്തിൽ പെരുമാറുന്നത് വളരെ പ്രശംസനീയമാണെന്നും ധനുഷ്, വിജയ് സേതുപതി എന്നിവർ അഭിപ്രായപ്പെട്ടു. ഇത്ര വലിയ താരമായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി തന്നെ അതിശയിപ്പിക്കുന്നുവെന്നും ധനുഷ് മുൻപും പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസവും തൊഴിലിനോടുള്ള കമ്മിറ്റ്മെന്റും എല്ലാവർക്കും ഒരു മാതൃകയാണെന്നും വരും തലമുറ ഇത് കണ്ട് പ്രചോദനം ഉൾക്കൊള്ളണമെന്നും ധനുഷ് കൂട്ടിച്ചേർത്തു. മമ്മൂട്ടിയെ പോലൊരു വലിയ താരം താൻ വാഗ്ദാനം ചെയ്തതിനേക്കാൾ കുറഞ്ഞ തുക മതിയെന്ന് പറഞ്ഞപ്പോൾ സംവിധായകൻ ആദ്യം അമ്പരന്നു എന്നാണ് റിപ്പോർട്ട്. സിനിമയുടെ മൊത്തത്തിലുള്ള ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ ആ പണം വിനിയോഗിക്കാൻ മമ്മൂട്ടി നിർദ്ദേശിച്ചത് അദ്ദേഹത്തെ ഏറെ സ്വാധീനിക്കുകയും ചെയ്തു. സിനിമാ വിമർശകരായ രമേശ് ബാല, മനോബാല, വിജയബാലൻ തുടങ്ങിയവർ മമ്മൂട്ടിയുടെ ഈ തീരുമാനത്തെ വാനോളം പുകഴ്ത്തിയിരുന്നു. രജനീകാന്തും വിജയുമൊക്കെ വലിയ പ്രതിഫലമാകുന്ന തമിഴ് ഇൻഡസ്ട്രിയിൽ മമ്മൂട്ടിയെ പോലൊരു പാൻ ഇന്ത്യൻ താരം കാണിച്ച ഈ മാന്യത വലിയ ചർച്ചാ വിഷയമാണ്. തമിഴ്നാട്ടിലെ വമ്പൻ താരങ്ങളായ വിജയ്, അജിത് എന്നിവർ ഒന്നും തന്നെ ഇത്തരത്തിലൊരു വിട്ടുവീഴ്ച ചെയ്യുന്നതായി കേട്ടുകേൾവി പോലുമില്ല. അവിടെയാണ് ഒരു മലയാളി താരം ഇത്രത്തോളം സിനിമയോടുള്ള തന്റെ കമ്മിറ്റ്മെന്റ് കാണിക്കുന്നത്. ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ മമ്മൂട്ടി, ധനുഷ്, സായ് പല്ലവി എന്നിവർ ഒന്നിക്കുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രം 2026 രണ്ടാം പകുതിയോടെ തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ നിലവിൽ ലക്ഷ്യമിടുന്നത്. ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. 2025 മധ്യത്തോടെ ചിത്രീകരണം ആരംഭിച്ച് 8 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് പദ്ധതി. രാജ്കുമാർ പെരിയസ്വാമിയുടെ മുൻ ചിത്രമായ അമരൻ വലിയ സാങ്കേതിക മികവുള്ള ഒന്നായതിനാൽ ഈ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾക്കും ഗ്രാഫിക്സിനും കൂടുതൽ സമയം ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ 2026 ഓഗസ്റ്റ് മാസമോ അല്ലെങ്കിൽ 2026 നവംബർ ദീപാവലി സീസണിലോ ഒരു പാൻ ഇന്ത്യൻ റിലീസായി ചിത്രം പുറത്തിറങ്ങാനാണ് സാധ്യത. തമിഴ്, മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിൽ ഒരേ സമയം റിലീസ് ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ ഔദ്യോഗിക റിലീസ് തീയതി നിർമ്മാതാക്കളായ വണ്ടർബാർ ഫിലിംസ് ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. മമ്മൂട്ടിയുടേതായി വരാനിരിക്കുന്ന മലയാളം ചിത്രങ്ങളിൽ ഏറ്റവും പ്രതീക്ഷയുള്ളത് മോഹൻലാലിനൊപ്പം വീണ്ടും ഒന്നിക്കുന്ന പാട്രിയറ്റ് എന്ന സിനിമയാണ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം 2026 ഏപ്രിൽ 23 ഒരു പാൻ ഇന്ത്യൻ റിലീസായി എത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. വലിയ വിജയമായി മാറിയ കളങ്കാവൽ എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ബിഗ് ബജറ്റ് പ്രൊജക്ടുകളും വലിയ പ്രതീക്ഷ നൽകുന്നവയാണ്. ഫാലിമി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ നിതീഷ് സഹദേവ് സംവിധാനം ചെയ്യുന്ന പുതിയ ഗ്യാങ്സ്റ്റർ ഡ്രാമയാണ് അടുത്ത പ്രധാന ചിത്രം. ഇതിനു പുറമെ വിനായക് ശശികുമാർ സംവിധാനം ചെയ്യുന്ന ഓഫ് ദി റെക്കോർഡ് എന്ന സിനിമയുടെ ചിത്രീകരണവും പുരോഗമിക്കുന്നുണ്ട്. ലിയോ തദേവു സംവിധാനം ചെയ്യുന്ന കഥായുഗപുരുഷൻ എന്ന പീരീഡ് ഡ്രാമയും മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന സിനിമകളുടെ പട്ടികയിലുണ്ട്. മമ്മൂട്ടി എന്ന മഹാനടൻ സിനിമയോടുള്ള തന്റെ ആർത്തി ഒടുങ്ങും വരെ നമ്മളെ വിസ്മയിപ്പിക്കട്ടെ. വേഷപ്പകർച്ചകൾ കൊണ്ട് ലോകത്തെ ഞെട്ടിക്കട്ടെ. നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.